ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രം ലോകമെമ്പാടുമുള്ള ശൈവഭക്തരുടെ അഭയസ്ഥാനങ്ങളിലൊന്ന്. ദ്വാദശ ജ്യോതിർലിംഗ സ്ഥാനങ്ങളിലൊന്നായ ഇവിടം എന്നും തീർത്ഥാടകരുടെ പ്രിയപ്പെട്ട ആരാധനാ സ്ഥാനങ്ങളിലൊന്നാണ്. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഏക സ്വയംഭൂ ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന മഹാകാൽ ക്ഷേത്രം ഒട്ടേറെ പ്രത്യേകതകൾ നിറഞ്ഞ സ്ഥലമാണ്. ദക്ഷിണ ദിശയിലേക്ക് ദർശനമുള്ള ഈ ഏക ജ്യോതിർലിംഗ ക്ഷേത്രമായ ഇവിടുത്തെ ശിവൻ ഉജ്ജയിൻ നഗരത്തിന്റെ രാജാവാണെന്നാണ് വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഉജ്ജയിൻ മഹാകാൽ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലൂടെയാണ്. മഹാകാൽ ക്ഷേത്രം ലോകശ്രദ്ധയിലേക്ക് വരുന്നത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ്. അതായത് 2022 ഒക്ടോബറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മഹാകാൽ ഇടനാഴി ഉദ്ഘാടനം ചെയ്തു. ഏകദേശം 856 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ ഇടനാഴിയുടെ വികസനത്തിനായി ചെലവഴിച്ചിരിക്കുന്നത്. മന്ദിർ പരിസാർ വിസ്താർ യോജന പ്രകാരം പുനർവികസിപ്പിച്ച ക്ഷേത്രത്തിന്റെ ഇടനാഴി അറിയപ്പെടുന്നത് മഹാകാൽ ലോക് എന്നാണ്. മഹാകാൽ മഹാരാജ് മന്ദിർ പരിസാർ വിസ്താർ യോജന എന്നറിയപ്പെടുന്ന പുനർവികസന പദ്ധതി 2 ഘട്ടങ്ങളിലായി നടപ്പിലാക്കുന്നത്. ഇതിന്റെ പൂർത്തീകരിച്ച ആദ്യഘട്ടത്തിലാണ് ഇടനാഴി നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഇടനാഴി എന്നുള്ള ഖ്യാതിയുണ്ട് ഈ ഒരു ഇടനാഴിക്ക്. 900 മീറ്ററോളം നീളം ഇതിനുണ്ട്. പഴയ രുദ്രസാഗർ തടാകത്തിന് ചുറ്റുമായാണ് മഹാകാൽ ലോക് നിർമ്മിച്ചിരിക്കുന്നത്.